നമസ്കാരം. ഞാന് ഇന്ന് 2 കാര്യങ്ങൾ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഒന്നാമതായിട്ട് നമ്മള് യാത്രകൾ പോകുമ്പോൾ നമ്മുടെ സാധനങ്ങൾ എങ്ങനെ വൃത്തിയായിട്ട് പാക്ക് ചെയ്യാം. നമ്മള് യാത്രകൾക്ക് പോകുമ്പോൾ സാധാരണ നമ്മുടെ കയ്യിലൊരു ബാക്ക് പാക്ക് കാണും. 1, 2 പെട്ടികൾ കാണും. അങ്ങനെ എത്ര ദിവസം യാത്ര ചെയ്യുന്നു എന്നതനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പെട്ടികളുടെ എണ്ണം കൂടുന്നു. ആളുകളുടെ എണ്ണം അനുസരിച്ച് പെട്ടികളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ നമ്മൾ ഈ പല സാധനങ്ങള് ഏത് പെട്ടിയിൽ വെക്കണം, അതുപോലെ തന്നെ ഏത് ഓർഡറിൽ വെക്കണം, ഇങ്ങനെയൊക്കെ നമ്മള് ചിന്തിക്കാറുണ്ടല്ലോ. അപ്പോൾ അത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്ന ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, നമ്മുടെ വീട്ടിലാണെങ്കിലും ഇനിയിപ്പോൾ നമ്മളൊരു ഹോം സ്റ്റേ നടത്തുകയോ അല്ലെങ്കിൽ സർവീസ് വില്ല നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ, ഒന്നോ അതിലധികമോ നടത്തുകയാണെങ്കിൽ നമ്മുടെ പല സാധനങ്ങളും ഇൻവെന്ററി, നമ്മുടെ ഗസ്റ്റിന് ഉപയോഗിക്കേണ്ട പല സാധനങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആമസോണിൽ നിന്ന് അങ്ങനെയൊക്കെയുള്ള കുറേ ടൂൾസും അങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ സൈറ്റിലുണ്ടാവും. അതൊക്കെ പക്ഷേ ഇതൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ വഴിയില്ല. നമ്മുടെ മനസ്സിലായിരിക്കും ഉണ്ടാകുക. പ്രത്യേകിച്ച് നമ്മളൊരാളെ അവിടെ ജോലിക്ക് നിർത്തുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ആദ്യം ഈ പുള്ളി യുടെ സംസാരം ഒന്ന് കേൾക്കാം. പുള്ളി അത് ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. അതേ ഐഡിയ തന്നെ നമുക്ക് വീട്ടിലെയോ അല്ലെങ്കിൽ ഹോം സ്റ്റേയിലോ ഇൻവെന്ററി മാനേജ്മെന്റിന് ഉപയോഗിക്കാം എന്ന് എങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇടുന്നത്. I think I'm just organized. Everyone makes fun of me for how I pack, but I think I'm just organized. Let me show you and see what you think. I list out every item that I need to remember to pack, and then I also list the associated bag that, the item goes in. ബേസിക്കലി പുള്ളി പറയുന്നത്, പുള്ളി ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കേണ്ടത് എന്നത് ഈ ഐറ്റംസ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ പുള്ളി ഇടും. ഒരു എക്സൽ ഷീറ്റാണ്, ഗൂഗിൾ ഡോക്സിലെ ഒരു എക്സൽ ഷീറ്റാണ് പുള്ളി ഉണ്ടാക്കിയ. അതുപോലെ തന്നെ ബാഗുകൾ, ഏതൊക്കെ ബാഗുകളാണ് പുള്ളി എടുക്കുന്നത് എന്നും കൺസിഡർ ചെയ്യും. Right. And I even have on my person here, because I don't want to forget my keys or my wallet or something really important the day I'm leaving. And then as I'm packing, I just go through and I check off, each item as I pack it. പുള്ളി പറയുന്നത് ഈ ബാഗുകളും ഐറ്റവും തമ്മിൽ മാച്ച് ചെയ്തിട്ട് പുള്ളി അത് പ്ലാൻ ചെയ്യുകയാണ്. ഇത് ഇന്ന സാധനത്തിനകത്ത് വെക്കണമെന്ന് പുള്ളി പ്ലാൻ ചെയ്യുകയാണ്. പാക്ക് ചെയ്തെങ്കിൽ പുള്ളി അത് ടിക്ക് ചെയ്യും. ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബാഗ് എത്ര ശതമാനം പാക്ഡ് ആയി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. And at the same time, I can see for each bag what percentage of that have I packed, right? And then what is my total pack percentage? And then the benefit of it being in a list, right, is that you can go here and you can filter it. And then so if I want to just focus on packing my backpack, I can just select the backpack and it shows me all the items I need there. I don't know, am I അപ്പോൾ പുള്ളി പറയുന്നത് ഒരു ബാഗിനകത്ത് പാക്ക് ചെയ്യേണ്ട സാധനങ്ങൾ പാക്കായോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനമാണ്. അപ്പോൾ നമുക്ക് ഈ എക്സൽ ഷീറ്റിനകത്ത് ബാഗുകളുടെ എണ്ണം കൂട്ടാം, ഐറ്റങ്ങളുടെ എണ്ണം കൂട്ടാം, അത് തമ്മിൽ മാച്ച് ചെയ്യാം. ഇനി ഈ പർട്ടിക്കുലർ എക്സൽ ഷീറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. അത് നമുക്ക് എങ്ങനെ ഇൻവെന്ററി മാനേജ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം എന്നാണ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ഉദാഹരണമാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, നമ്മുടെ വീട്ടിൽ പല ഐറ്റംസ് കാണുമല്ലോ. ഐറ്റംസ് എല്ലാം ഞാനിവിടെ ഈ ഒരു ഷീറ്റിനകത്ത് ബാഗ് ലിസ്റ്റ് എന്ന് പറയുന്നതിനകത്ത് ഐറ്റംസ് ലിസ്റ്റ് ആഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതുകൊണ്ടല്ലേ 6 സ്പാനർ സെറ്റ്, ഒരു കറണ്ട് ടെസ്റ്റർ, ട്വീസർ, അങ്ങനെ കുറേ ഐറ്റംസാണ്. ഒരു ടൂൾസിൻ്റെ ഒരു സെറ്റ്, അങ്ങനെ ഒരു ഉദാഹരണമാണ് കേട്ടോ. 2 തരം സ്കൂൾ ടൂൾ കിറ്റ്, അതിന് ഓരോത്തിനും പേരുണ്ട്. അപ്പോൾ ഐറ്റംസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്തു. കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ട്, അതുപോലെ തന്നെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത്, ഇപ്പോൾ പലതരത്തിലാണെങ്കിൽ ഫോട്ടോ ആണ് തിരിച്ചറിയാമല്ലോ. അപ്പോൾ എങ്ങനെ എല്ലാ ബെഡ്ഷീറ്റ്, അങ്ങനെ അലക്കുന്ന സാധനം, അങ്ങനെ എല്ലാ ഒത്തിരി സാധനം നമുക്ക് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാഗുകളുടെ ലിസ്റ്റ്, ഒരു ഇതുണ്ട്, ബിഗ് ടൂൾ ബോക്സ്, സ്മോൾ ടൂൾ ബോക്സ്, അല്ലെങ്കിൽ നമുക്ക് അലമാര, ഇന്ന ഫ്ലോറിലിരിക്കുന്ന ഇന്ന അലമാര എന്നൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ഒരു നമ്മൾ ബാഗുകളും അല്ലെങ്കിൽ അലമാരകളും അല്ലെങ്കിൽ സ്റ്റോറേജ് ലൊക്കേഷൻസും അപ്ഡേറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. ഐറ്റംസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് മെയിനിൽ പോയിട്ട് ആ സാധനങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കണ്ടോ, എനിക്കൊരു ബാഗ് ഇവിടെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഏത് ഐറ്റമാണ് വെച്ചിരിക്കുന്നത് പറയാം. ഐറ്റംസിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അങ്ങനെ ഐറ്റംസ് പറയാം, എന്നിട്ട് അവിടെ തിരിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലോ അവിടെയൊക്കെയുള്ള എല്ലാ സാധനങ്ങളും, A to Z സാധനങ്ങളും നമുക്കിങ്ങനെ ഒരു എക്സൽ ഷീറ്റിന്, ഗൂഗിൾ ഡോക്സിനകത്ത് ഇങ്ങനെ ഒരു എക്സൽ ഷീറ്റിനകത്ത് വരുത്തി കഴിഞ്ഞാൽ ഒരു സ്വല്പം സമയം എടുക്കും. സ്വല്പം സമയമെടുത്ത് എല്ലാ സാധനങ്ങളും കണ്ടുപിടിച്ച് ആമസോണിൽ നിന്നും അവിടെ നിന്ന് മേടിച്ച ഒത്തിരി സാധനങ്ങൾ അവിടെ ഇവിടെയും കിടക്കുകയായിരിക്കും. അത് നമ്മൾ ഇതിനകത്താക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധനം എവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ ഓടി നടക്കേണ്ട കാര്യങ്ങൾ. പലപ്പോഴും സംഭവിക്കുന്നത്, പല വർക്കുകൾ വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ടൂൾസും അതിൻ്റെ സാധനങ്ങളും കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ഓട്ടത്തിനെടുക്കുന്ന ഒരു സമയമുണ്ടോ, ആ സമയമാണ് ശരിക്കുള്ള വർക്ക് നടക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ജോലിക്കാരനുണ്ടെങ്കിൽ നമുക്കിത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനായിട്ടും, മാത്രമല്ല നമ്മൾ സ്ഥലത്തില്ല എങ്കിൽ വേറൊരാളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് വെർച്വലായിട്ട് സാധനങ്ങൾ എവിടെയുണ്ട് എന്ന് കാണുന്നതിന്, അതായത് ഫിസിക്കലായിട്ടുള്ള സാധനങ്ങളുടെ ഒരു വെർച്വൽ ഒരു ഇക്വലൻറ്റ് ട്വിൻ ആയിട്ടൊരു സാധനമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ നമ്മുടെ സ്മോൾ ബോക്സിനകത്ത് എത്ര സാധനമുണ്ട് എന്ന് കണ്ടുപിടിക്കാനും അത് പെട്ടെന്ന് റിട്രൈവ് ചെയ്യാനും, സാധനങ്ങൾ ഇനി വേറെ മേടിക്കണോ, നഷ്ടപ്പെട്ടു പോയോ, കളവ് പോയോ എന്ന് കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗപ്പെടുന്ന ഒരു ടൂളാണിത്.
ഈ ഒരു ഗൂഗിൾ ഡോക്സ് ഞാൻ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുത്തിട്ട് നിങ്ങളുടെ ഗൂഗിൾ ഡോക്കിനകത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ട പോലെ മാറ്റങ്ങൾ വരുത്തി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. താങ്ക് യു.